നമ്മൾ കഴിഞ്ഞ 3 മാസങ്ങളായി നടത്തി വന്നിരുന്ന ഐഫോൺ ഗിവ് അവേയുടെ ഫലം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി എൻ്റെ ജനാലകൾ എന്ന പുസ്തകം വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഐഫോൺ 15 ഉൾപ്പെടെ 20 സമ്മാനങ്ങളാണ് നമ്മൾ ഈ ഗിവ് അവേയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഏതാണ്ട് 7000-ഓളം പേര് ഈ ഗിവ് അവേയിൽ പങ്കെടുക്കുകയുണ്ടായി. 7000-ഓളം പേര് നമ്മുടെ ജനാലകൾ എന്ന പുസ്തകം വാങ്ങുകയുണ്ടായി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. അതിപ്പോൾ നമ്മുടെ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു 10%, അതായത് 20,000 പേരൊക്കെ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കുകയായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഈ സമ്മാനങ്ങൾ ഇരട്ടിയാക്കുമായിരുന്നു. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വിജയമായിരുന്നു ഈ ഗിവ് അവേ. അപ്പോൾ ഇതുകൊണ്ടൊന്നും നമ്മൾ ഗിവ് അവേകൾ അവസാനിപ്പിക്കത്തില്ല. ഇതിലും വലിയ ഈ ഐഫോൺ 15-നേക്കാളും വലിയ സമ്മാനമായിട്ട് നമുക്ക് ഭാവിയിൽ ഒരു ഗിവ് അവേ നടത്തുന്നതായിരിക്കും. അതെന്നാണ് എപ്പോഴാണെന്നൊക്കെയുള്ള കാര്യം പിന്നീട് അറിയിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഗിവ് അവേ വിജയിച്ച് ആരൊക്കെയാണെന്ന് നോക്കാം. ഈ ഗിവ് അവേയിലെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പം 7000-ഓളം ആൾക്കാരാണ് ഈ ഗിവ് അവേയിൽ പങ്കെടുത്തിരിക്കുന്നത്. അവരുടെ എല്ലാം കൂടെ പേര് ലോട്ടായിട്ട് എഴുതി നമ്മളൊരു ഭരണിക്കകത്തിട്ട് ഇളക്കിയെടുക്കുന്ന ആ ട്രഡീഷണൽ രീതി ഇവിടെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും പ്രായോഗികമല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം സയൻറ്റിഫിക് ആയിട്ടുള്ള അല്പം ഡിജിറ്റൽ ടെക്നോളജിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇവിടെ അവലംബിക്കാൻ പോകുന്നത്. ഇതേ രീതി തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പ് നടത്തിയ എല്ലാ ഗിവ് അവേകളും നമ്മൾ ചെയ്തു പോന്നിരുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം പരിപൂർണമായും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ ഗിവ് അവേയിൽ പങ്കെടുത്ത എല്ലാവരുടെയും, അതായത് ഈ ജനാലകൾ എന്നുള്ള പുസ്തകം വാങ്ങി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. ആ ലിസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ നറുക്കെടുപ്പ് നടത്തുന്നത്. ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ അല്പം വ്യത്യാസമുണ്ട്. അതായത് കുറേ ആൾക്കാരുടെ പേര് മിസ്സായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറേ പേര് മെയിൽ അയച്ചിരുന്നു. ഒരു 30ഓളം മെയിലുകൾ വന്നിരുന്നു. അതിൽ നമ്മൾ പരിശോധിച്ചപ്പോഴത്തേന് വെറും 5 പേരുടെ പേര് മാത്രമേ ആ ലിസ്റ്റിൽ ഇല്ലാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാവരുടെയും പേര്, മെയിൽ അയച്ച എല്ലാവരുടെയും പേര് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ലിസ്റ്റിലുണ്ട്. അങ്ങനെ മിസ്സായിപ്പോയ 5-6 പേരുടെ പേരും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, ആ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ, അതായത് ആ ലാസ്റ്റ് ഇട്ട വീഡിയോ, അത് ന്യൂ ഇയറിന് ലോഡ് ചെയ്ത വീഡിയോ ഇടുന്നതിന് അല്പം മുമ്പാണ്, ആ വീഡിയോ ലോഡ് ചെയ്യുന്നതിന് 1-2 മണിക്കൂർ മുമ്പാണ് എൻ്റെ കയ്യിൽ ആ ലിസ്റ്റ് എത്തിപ്പെടുന്നത്. അത് PDF ഫോമിലുള്ള ലിസ്റ്റായിരുന്നു. പിന്നെ എനിക്കതിൽ എഡിറ്റ് ചെയ്യാൻ ഒന്നും സാധിച്ചില്ല. ആമസോണിൽ നിന്നും എൻ്റെ സെല്ലർ എനിക്ക് അയച്ചു തന്ന ആ ലിസ്റ്റ് അതേപടി എടുത്ത് ഞാനങ്ങ് പബ്ലിഷ് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ ആ ലിസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുടെ പേര് അതിലുണ്ടായിരുന്നു. അതായത് എനിക്ക് നേരിട്ട് ബന്ധമുള്ള എൻ്റെ ഫ്രണ്ട്സായിട്ടും റിലേറ്റീവായിട്ടുള്ള കുറേ ആൾക്കാരുടെ പേരുകൾ കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ പേരുകളൊക്കെ ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കി. അതിനുശേഷം ഉള്ള ലിസ്റ്റാണ് ഇപ്പം നമ്മൾ ഈ ഗിവ് അവേ നറുക്കെടുപ്പിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പേരില്ല എന്ന് പറഞ്ഞാൽ മെയിൽ അയച്ചു തന്ന എല്ലാവരുടെയും പേരും കൂടെ ഉൾപ്പെടുത്തിയ ലിസ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ട്രാൻസ്പെറൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഗിവ് അവേ നറുക്കെടുപ്പിലേക്ക് കടക്കുന്നത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള 4 പേരെ വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ ഈ നറുക്കെടുപ്പ് നടത്തണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തിരക്ക് മൂലം അതൊന്നും സാധിക്കാതെ പോയി. ഏതായാലും അടുത്ത ഗിവ് അവേയിൽ നമുക്ക് അങ്ങനെ ഒരു നറുക്കെടുപ്പ് സംഘടിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മളിപ്പം ഗിവ് അവേയിൽ ഉപയോഗിക്കാൻ പോകുന്ന ലിസ്റ്റ്. അപ്പോൾ ഇത് സ്ക്രീൻ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ നമ്പറുണ്ടോ നിങ്ങളുടെ പേരുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇതിലെല്ലാവരുടെയും പേരുണ്ട്. തന്നെയല്ല, ഈ ലിസ്റ്റ് ഞാൻ റാൻഡമായിട്ട് 2-3 തവണ ഷഫിൾ ചെയ്താണ്. അപ്പോൾ നമുക്ക് ഒരു ഉറപ്പിന് വേണ്ടി, ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടി 2-3 പ്രാവശ്യം ഒന്ന് ഷഫിൾ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പേരിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് റാൻഡമായിട്ടൊരു നമ്പറിൽ തുടങ്ങുന്ന ഒരു സീരീസ് ഓഫ് നമ്പർ ഈ പേരിന് നേരെ അസൈൻ ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിനുശേഷം നമ്മൾ നറുക്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ റാൻഡം നമ്പർ ജനറേറ്റർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ആ സാധനം കിട്ടും. അതിൽ ഈ പറഞ്ഞ നമ്മുടെ നമ്പർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 5600 തൊട്ട് 5600 തുടങ്ങി 12800, അതായത് 1 to 800 വരെയുള്ള ഒരു റേഞ്ച് സെലക്ട് ചെയ്യുകയാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ ജനറേറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഓരോ റാൻഡം നമ്പർ സെലക്ട് ആയിട്ട് വരും. ആ നമ്പറുകളാണ് നമ്മൾ വിജയികളെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും മനസ്സിലായവരും മനസ്സിലാകാത്തവരും എന്താണ് ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നേരിട്ടും കണ്ടു നോക്കൂ. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന നമ്മുടെ നറുക്കെടുപ്പിൻ്റെ ആ പരിപാടിയാണ്.
അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ലിസ്റ്റാണ് നമ്മുടെ വിജയികളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ. ഇനി ഇത് യഥാർത്ഥത്തിൽ ഇവരുടെ പേരുകൾ എന്താണെന്ന് നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാം.
അപ്പോൾ കാണല്ലോ, ഇതാണ് നമ്മുടെ വിജയികൾ. ഈ ടേബിളിൽ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ വിജയികൾ. ഈ ടേബിളിൽ കാണുന്ന പേരുകാരാണ് നമ്മുടെ വിജയികൾ. അപ്പോൾ കാര്യങ്ങളൊന്നുകൂടെ ഉറപ്പുവരുത്താൻ വേണ്ടി, അതായത് ഒരേ പേരിലൂടെ ഒരുപാട് പേര് ലിസ്റ്റിൽ കാണും. അപ്പം ഒരു ഡിസ്പ്യൂട്ട് ഇനി ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പേരുകൾ ഒന്നുകൂടെ വായിക്കാം. അപ്പം ഞാൻ പേര് വായിക്കുമെങ്കിലും സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഈ വിജയിച്ച ആളുടെ പേരും അയാളുടെ ഓർഡർ നമ്പറും ആയിരിക്കും. അതോടുകൂടി കാര്യങ്ങളെല്ലാം വ്യക്തമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ആൾ, അതായത് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റിന് അർഹരായ അല്ലെങ്കിൽ കൺസോളേഷൻ പ്രൈസ് അല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായ ആൾക്കാരിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഒന്നാമത്തെ ആളുടെ പേര് നജികേതസ് PS എന്നാണ്. രണ്ടാമത്തെ ആൾ ബിതിൻ ലാൽ MA ആണ്. ബിതിൻ ലാൽ MA ആണ്. അടുത്തത് ജിജേഷ്, പിന്നെ മോഹൻദാസ് B, ഗ്ലിഡ ലീഡ ജേക്കബ് ഒരാൾ തന്നെയാണ്. അടുത്തത് അജിത് സെബാസ്റ്റ്യൻ K, പിന്നെ ബിനു ജോൺ. അടുത്തത് അൻഷദാണ്. അൻഷദിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, അൻഷദ് എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് പ്രിയ പൗലോസ്. അവസാനത്തെ ആൾ, ഈ പ്രോത്സാഹന സമ്മാനം സർപ്രൈസ് ഗിഫ്റ്റിന് അർഹനായിരിക്കുന്ന അവസാനത്തെ ആൾ മുഹമ്മദ് നസീഫാണ്. മുഹമ്മദ് നസീഫ് K. ഇനി നമുക്ക് ബ്ലൂടൂത്ത് ഇയർഫോൺ കിട്ടിയ 5 പേര് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആൾ മിഥുനാണ്. അടുത്തത് സജിത്ത്, പിന്നെ നന്ദുലാൽ R. അടുത്തത് ബിബിൻ KR, പിന്നെ ഡോക്ടർ ബിജുമോൻ ജോസഫ്. ഇനി സ്മാർട്ട് വാച്ച് കിട്ടിയ ആൾക്കാരാണ്. സ്മാർട്ട് വാച്ച് കിട്ടിയ 3 ആൾക്കാർ. അത് ഒന്നാമത്തെ ആൾ നൗഫൽ N ആണ്. അടുത്തത് പ്രവീൺ P. പ്രവീണല്ല, PRAVINP ആണ്, പ്രവീൺ P. മൂന്നാമത്തെ ആൾ ലിജോ ബെന്നറ്റ് ആണ്. ഇനി ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഗിഫ്റ്റുകളാണ് ഈ ഗിവ് അവേയിലെ സൂപ്പർ സ്റ്റാറുകൾ. അതായത് ഒരു സ്മാർട്ട് ഫോണും ഒരു ഐഫോണും. അത് ആർക്കാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സ്മാർട്ട് ഫോൺ ലഭിച്ചത് അഭിമന്യു സജീവൻ. ഇനിയാണ് നമ്മൾ 3 മാസമായിട്ട് തുടർച്ചയായിട്ട് എല്ലാ വീഡിയോകളും അനൗൺസ് ചെയ്തുകൊണ്ടിരുന്ന ഐഫോൺ ഗിവ് അവേ എന്നാണ് നമ്മൾ ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഐഫോൺ ലഭിച്ച ആരാണെന്ന് നോക്കാം. ഐഫോൺ കിട്ടിയിരിക്കുന്നത് റിജു C, റിജു സിക്കാണ്. അപ്പോൾ വിജയിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. വിജയിച്ച എല്ലാവർക്കും മാത്രമല്ല, ഈ ഗിവ് അവേയിൽ പങ്കെടുത്ത് ഈ ഗിവ് അവേ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇത് നമ്മൾ നടത്തുന്ന അവസാന ഗിവ് അവേ ഒന്നും അല്ലെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വിജയിച്ച എല്ലാവരും ഈ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. വിജയം ഉറപ്പാക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരൊക്കെയാണ് ഈ ഗിവ് അവേയിൽ വിജയിച്ച ആൾക്കാർ പേരും ഓർഡർ നമ്പറും അല്ലാതെ ഇവരാരാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. യാതൊരു പരിചയമുള്ള ആൾക്കാരല്ല ഇവരൊന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ബുക്ക് വാങ്ങിയ ഇൻവോയ്സ്, Amazon ഇൻവോയ്സും പിന്നെ ഈ ബുക്കുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, അതായത് നമ്മുടെ ജനാലകൾ എന്ന് പറയുന്ന ബുക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയും നമ്മുടെ scientificmalayali@gmail.com എന്ന ഇമെയിൽ IDയിലേക്ക് എനിക്ക് മെയിൽ ചെയ്ത് തരണം. അതിനുശേഷം ഈ ഗിഫ്റ്റ് വാങ്ങാൻ നിങ്ങൾ എവിടെയാണ് വരേണ്ടത്? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പാർട്ടി അറേഞ്ച് ചെയ്ത് ആ പാർട്ടിയിൽ വെച്ചാണ് നമ്മൾ ഗിഫ്റ്റ് വിതരണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പാർട്ടി അറേഞ്ച് ചെയ്യുന്ന ലൊക്കേഷൻ എവിടെയാണ്, ആ പാർട്ടി അറേഞ്ച് ചെയ്യുന്ന ഡേറ്റ് ഏതാണ് എന്നൊക്കെയുള്ള കാര്യം ഞാൻ നിങ്ങളെ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഇൻവോയ്സും നിങ്ങളുടെ ഫോട്ടോ, അതായത് നിങ്ങൾ ഈ ബുക്കുമായി നിൽക്കുന്ന ഫോട്ടോയും എനിക്ക് മെയിൽ അയച്ചു തരിക. അപ്പോൾ ഈ ഗിവ് അവേയിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ എൻ്റെ ജനാലകൾ എന്ന പുസ്തകം വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.